പക്ഷേ ഈ സാധനത്തിന് പേരെന്താ ഇതിന്റെ തവളൻ്റെ ലോറി അല്ലേ? നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ കുറച്ച് കാടുകളിലൂടെ ഒക്കെ സഞ്ചരിക്കണം ഗൈസ്. പോട്ടാണ്ട് ഇതിലോട്ട് 2 മണിക്കൂർ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിലാണ് കേട്ടോ. വയനാടുള്ള ഒരു ഫേമസ് സ്ഥലം തന്നെയാണ് നെല്ലാർച്ചാൽ. അപ്പോൾ ഇതിങ്ങോട്ട് വരാച്ചാൽ നമുക്ക് മീനങ്ങാടി, മേപ്പാടി, അമ്പലയിൽ ആ റൂട്ടുകളിലൂടെ നമുക്ക് ഇങ്ങോട്ട് വരാം. മേപ്പാടി, മഞ്ഞപ്പാറയിൽ ഏകദേശം ഒരു 17 കിലോമീറ്റർ അറൗണ്ടാണ് ഇങ്ങോട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഞങ്ങളിപ്പോൾ ഫിഷിംഗ് ആയിട്ട് വന്നതാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സാധനത്തിന് പേരെന്താ ഇതിൻ്റെ പ്ലേസ് വൈബാണ്. ഈ ആട്ടിക്കാണ്ട് ഇട് അങ്ങട്ടെ. തവളൻ്റെ ലോറി അല്ലേ? നോക്കണ്ട, ചാമ്പ്യ വിട്. ഓഹ്, അത് അങ്ങെത്തല്ലോ. നോക്കിയടി നല്ല പറഞ്ഞ രക്തം രക്തം ഒരു കുത്ത്, ചെറിയൊരു കുത്ത് വെച്ചിട്ടുള്ളു. സീന് അത് ബൈറ്റ് ചെയ്ത് പോയതാണല്ലോ. വരുന്നുണ്ട് 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 വരുന്നുണ്ട്. എന്താ വരല് മാത്രം അടിക്കാൻ കാരണം എന്താ? ലൂറ് വലുതാ? എത്ര വരുന്നുണ്ട് ഏകദേശം ലൂറിന്? 150യോ? ചിക്കനോ? ഏതിൻ്റെ അത്? അബൂഗാസിയ. ഓക്കെ, എറിഞ്ഞു വിട്ട്. നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ കുറച്ച് കാടുകളിലൂടെ ഒക്കെ സഞ്ചരിക്കണം ഗൈസ്. സംഭവം സ്ഥലം അതാണ്, അടിപൊളി പ്ലേസാണ്. പക്ഷേ അങ്ങനത്തെ ലോറ് പ്രകാരം നമുക്ക് വരാൻ അങ്ങനത്തെ വലിയ വലിയ കുറച്ച് വലുതിനെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇത്തരം ഏരിയസ് മാത്രമാണ് ഐറ്റങ്ങൾ ഉണ്ടാവുക. നമ്മളെന്താണ് അത് തപ്പി നടക്കുന്നത് കേട്ടോ. ഏരിയ എന്ന് വെച്ചാൽ ലാർജ് ഏരിയ ആണ് വരുന്നത്. ശാന്തമാണ്. എല്ലായ്പ്പോഴും ബേഡ്സിന് മാത്രം ഇത് എല്ലാവർക്കും ചടപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഒന്ന് മാറ്റി പിടിച്ചത്. അങ്ങനെ കാടും മലയും താണ്ടി വെറുതെ കൊണ്ടിരിക്കട്ടെ. ഇത് കൊള്ളാലത്. ഇവിടെ ഇട്ടാൽ നല്ല വൃത്തിക്ക് മീൻ കാസ്റ്റ് ചെയ്യുന്നതാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ നോക്കി നോക്കാം എന്തായാലും. തേങ്ങ ഒന്നുകൂടെ നോക്കി. ഇതൊരു രംഗപാത. അപ്പോൾ ഫ്രണ്ട്സ് അവിടെ നിന്നൊന്നും കിട്ടൂല എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് അപ്പുറത്തോൻ എന്തോ കിട്ടിയിട്ടുണ്ടോ, ഓനെന്തോ കാസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ ഇവിടെയാണ്, തൊട്ടപ്പുറത്താണ് അവനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അങ്ങോട്ട് പോയേക്കാം. എന്താണ് സ്ഥിതി, ഓൻ എന്താണ് കിട്ടിയത് എന്ന്. ചിലപ്പോൾ ഓന് കഥടിച്ചാണ് തമ്പുരാൻ അറിയാം. ആൾക്കാരുണ്ട്. ഫ്രോഗ് വന്നിട്ട് നെഞ്ചത്തൊരു ഹുക്കാ മോനെ. ആര് അടിച്ചിട്ടോ? മീനടിച്ച് മിസ്സാവുകയും ചെയ്ത് ഫ്രോഗിന്റെ നെഞ്ചത്തായിരുന്നു. എന്നിട്ടോ എന്നിട്ടെന്താ ചത്തില്ലേ? സത്തില്ല. എന്താ ഷർട്ടിലൊക്കെ ചോറ് രക്തം കണ്ടു, രക്തം. ചെലവില്ലാത്ത കുളം ക്ലീൻ ആക്കി കൊടുക്കുന്നു. ഇറങ്ങണില്ല. ഇതിപ്പോ എന്താ ചെയ്യാ? എല്ലാത്തിനുണ്ടോ? വാവായിട്ടുണ്ട്. പാവായിട്ടുണ്ട് എന്നാണ്. അതെ അതെ, വാവു ആയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഇറ അവിടുന്ന് പോട്ടാണ്ട് ഇതിലോട്ട്. 2 മണിക്കൂർ എന്നിട്ട് കിട്ടിയതാ. 2 മണിക്കൂറിന് കാത്തിരിപ്പിന് ശേഷം കിട്ടിയ വരാല്.